ഹലോ ഗൈസ്, ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് ഞാനൊരു സിനിമ കാണാൻ പോവുകയാണ് കേട്ടോ. ദൃശ്യം 3 കാണാൻ പോവുകയാണ് സിനിമ തിയേറ്ററിൽ. നമ്മുടെ പാലക്കാട് പ്രിയ പ്രിയ തിയേറ്ററിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെയൊക്കെ ഞാൻ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായയും ഇതൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ജോലികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മർത്ത്. അപ്പോൾ ആ സിറ്റ് ഔട്ടിൽ ഒന്നൊക്കെ അടിച്ചു കൂട്ടിയ ശേഷം ഞാൻ റെഡിയാകാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ പട്ടിക്കുള്ള ചോറ് നേരത്തെ കൊടുത്തിട്ട് 7 മണിക്ക് കൊടുക്കേണ്ടതാണ്. അപ്പം നേരത്തേക്ക് കൊടുത്ത് നമ്മൾ വരാൻ വൈകുമല്ലോ. അപ്പോൾ അത് ഭക്ഷണീകരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ചോറ്, ബാക്കി വന്ന ചോറ് ഇത്തിരി മോരൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിറ്റ് ഔട്ടൊക്കെ അടിച്ച് വൃത്തിയാക്കിയ ശേഷം ഞാൻ പോയിട്ട് റെഡി ആവട്ടെ കേട്ടോ. റെഡി ആയിട്ട് നമുക്ക് തിയേറ്ററിൽ കാണാം കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു നമ്മൾ റെഡി ആവാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ പോയി കാണണം കേട്ടോ. നമ്മൾ റെഡിയായി തിയേറ്ററിലെത്തി. തിയേറ്റർ 3 എണ്ണം ഉണ്ട് കേട്ടോ. പ്രിയദർശിനി, പിന്നെ ന്യൂ ആരോമ തിയേറ്റർ, ന്യൂ ആരോമ അല്ല, ന്യൂ ആരോമ തിയേറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ 3 തിയേറ്റർ ഉണ്ട്. നമ്മൾക്ക് അവിടെ എത്തിയ ശേഷം പിന്നെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കുട്ടികളൊക്കെ വരാനുണ്ട്, ചന്ദന വരാനുണ്ട്. ചന്ദൻ്റെ അമ്മയും അച്ഛനൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം. നല്ല തിരക്കുണ്ട് കേട്ടോ. സിനിമ ഇട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ഷോൻ്റെ ആൾക്കാരൊക്കെ നിറയെ പോകുന്നുണ്ട്. നിങ്ങളും ഒക്കെ പോയി കാണും കേട്ടോ. നല്ല സിനിമയാണ്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്നാക്സ് ഒക്കെ വാങ്ങി നമ്മളൊക്കെ റെഡിയായി. അപ്പോൾ അവരൊക്കെ വരട്ടെ എന്നും പറഞ്ഞ് കാറൊക്കെ നിർത്തിയിട്ട് അവർ വരണല്ലോ. നമ്മൾ റെഡി ആയിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് കടന്നു. നല്ല പരസ്യങ്ങൾ നിറയെ ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സിനിമ കാണാം കേട്ടോ. നല്ല പടമാണ്, നിങ്ങൾ പോയി കാണണം. ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം നല്ല അടിപൊളി സിനിമയാണ് കേട്ടോ. പരസ്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം മടങ്ങാം. സൂപ്പറായിട്ടുള്ള ഞാൻ 2 എണ്ണം കണ്ടിട്ടുണ്ട്. ഇത് 3-മത്തെ കാണുന്നത്. ഇനി 4-മത്തത് വന്നാലും ഞാൻ പോയി കാണും.